വളരെ ശ്രേഷ്ഠമായ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി തുളസി അവർകളെ, അതുപോലെ തന്നെ ഈ ചടങ്ങിന് കാരണക്കാരനും നമ്മളെല്ലാവരും ഇവിടെ സമ്മേളിക്കാനും നിരവധി മഹത്തായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയങ്കരനായ പ്രവാസി വ്യവസായിയും ഈ നാട്ടുകാരനുമായ ശ്രീ പമ്പവാസൻ നായർ, അഭിമന്യയായ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി, മകൻ, അതുപോലെ തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള വിൻസെന്റ് MLA, അതുപോലെ പ്രിയപ്പെട്ട പ്രേംകുമാർ MLA, ബഹുമാന്യനായ നേതാവ് ശ്രീ PK കൃഷ്ണദാസ്, വേദിയിലുള്ള മറ്റ് ഈ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സദസ്സിലും ധാരാളം നേതാക്കന്മാരുണ്ട്. നമ്മുടെ പാലക്കാട് ജില്ലയിലെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആദരണീയരായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അഭിമന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് കടന്നുപോയൊരു വേദിയാണിത്. നിർധനരായ 13 കുടുംബങ്ങൾക്ക് ഇന്ന് അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ശ്രീ പമ്പവാസൻ നായരുടെ നേതൃത്വത്തിലുള്ള CMN ട്രസ്റ്റ് വഴിയൊരുക്കിയിരിക്കുകയാണ്. വേറെ പുതിയൊരു 6 ഭവന നിർമ്മാണത്തിന് വേണ്ടിയുള്ള സ്ഥലവും അദ്ദേഹം വാങ്ങിക്കൊടുക്കുകയാണ്. അപ്പൊ ഇതിനെല്ലാം സാക്ഷികളാകാൻ നമുക്ക് സാധിച്ചു. ഈ നന്മകൾക്കെല്ലാം സാക്ഷികളാകാൻ, അതിന്റെ ഭാഗമാകാൻ ഇവിടെ വന്ന എനിക്കും നിങ്ങൾക്കൊക്കെ അവസരമുണ്ടായി. നമുക്കറിയാം, പല വിധത്തിലുള്ള സൗകര്യങ്ങൾ മനുഷ്യന് ലഭിക്കും. ആ സൗകര്യങ്ങളെ സഹജീവികളുമായി പങ്കുവെക്കാനുള്ള മാനസികാവസ്ഥയാണ് പ്രധാനം. പമ്പവാസൻ നായർ ഒരു നല്ല വ്യവസായിയാണ്. പ്രവാസ ലോകത്ത് നിരവധി സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളാണ്. അദ്ദേഹത്തിന് ദൈവം അനുഗ്രഹിച്ച് കനിഞ്ഞരുളിയ വലിയൊരു ബിസിനസ് സാമ്രാജ്യമുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു വിഹിതം തൻ്റെ സമൂഹത്തിലുള്ള പാവപ്പെട്ടവരുടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി വിനിയോഗിക്കാനുള്ള മനസ്സ്, അതാണ് പ്രധാനം. തന്നെത്താൻ കരയേറേണ്ടവരെത്ര പേരോ താഴത്തു പാഴ്ചേറിൽ അമർന്നിരിക്കെ താനൊറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും തപോമയിക്കെന്തു ചാരിതാർത്ഥ്യം എന്ന് നമ്മളെ കവി പാടിയിട്ടുണ്ട്. കുറെ പണവും സമ്പത്തും ഒക്കെ ഉണ്ട്. ഞാനും എൻ്റെ കുടുംബവും നമ്മൾ നല്ല സുഭിക്ഷമായിട്ട് ജീവിക്കുക. സമൂഹത്തിന്റെ ചുറ്റുവട്ടങ്ങളിൽ എന്തോ നടക്കട്ടെ, അതിനൊന്നും എനിക്കൊരു റോളും ഇല്ല, ഞാൻ ഇടപെടേണ്ട കാര്യമില്ല എന്ന് ധരിക്കുന്നവരെ കുറിച്ചാണ് ഈ കവിതാശകലം പറയുന്നത്. അങ്ങനെ ജീവിച്ചു മരിച്ചിട്ട് എന്ത് കാര്യം? അതിലെന്ത് ചാരിതാർത്ഥ്യമാണുള്ളത്? അത് ശരിയാം വണ്ണം ഉൾക്കൊണ്ട കുറെ മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരവരുടെ സമ്പത്തിന്റെ നല്ല ഒരു വിഹിതം നമ്മുടെ കൂട്ടത്തിലുള്ള സഹജീവികളെ ജീവിപ്പിക്കാൻ അവസരമൊരുക്കുകയാണ്. ഒരു കൂര അടച്ചുറപ്പോടുകൂടി കിടന്നുറങ്ങാൻ ഒരു വീടില്ലാത്തവന്റെ ദുഃഖം എത്ര വലുതാണ്. നമ്മൾ അമ്പരചുംബികളായ കൊട്ടാര സമാനമായ വീടുകളിൽ താമസിക്കുമ്പോൾ ഒരു 2 മുറികളുള്ളൊരു വീടിൽ അടച്ചുറപ്പോടു കൂടി തൻ്റെ കുട്ടികളെയും ചേർത്ത് പിടിച്ച് കിടന്നുറങ്ങാൻ ഒരു വീടില്ലാത്ത എത്രയോ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പൊ അവരിൽ ഇതിനു മുമ്പും അദ്ദേഹം പലർക്കും വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്ന് 13 പേർക്ക് അവരുടെ ജീവിതത്തിലെ വലിയൊരു സ്വപ്നമാണത്. ആ സ്വപ്നത്തിന് സാഫല്യം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് ശ്രീ പമ്പവാസൻ നായരും അദ്ദേഹത്തിന്റെ ട്രസ്റ്റും.
അതുപോലെ തന്നെ മറ്റൊരു 6 പേർക്കുള്ള പദ്ധതിക്ക് തുടക്കവും കുറിച്ചിരിക്കുകയാണ്. ഞാനിവിടെ ദീർഘമായി സംസാരിക്കുന്നില്ല. അദ്ദേഹം ചെയ്ത ഈ മഹത്തായ പ്രവൃത്തി, ആ പ്രവർത്തനത്തിന്റെ ഭാഗമാകാൻ നമുക്കൊക്കെ കഴിഞ്ഞത് തന്നെ ഏറെ സന്തോഷമുള്ള കാര്യമാണ്. ഇനിയും ഇത്തരത്തിലുള്ള നല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ CMN ട്രസ്റ്റിനാവട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആശംസിക്കുന്നു. മാത്രവുമല്ല, ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് തന്നെ താനാക്കിയ മാതാവിനെയും പിതാവിനെയും ഓർത്തുകൊണ്ടാണ്. അവരുടെ സ്മരണാർത്ഥമാണ് ഇത് സംഘടിപ്പിക്കുന്നത്. അതിനൊരു വലിയ പ്രാധാന്യമുണ്ട്. അത് ഇന്നത്തെ സമൂഹത്തിന് വലിയൊരു സന്ദേശവുമാണ്. ഒരു മകൻ അമ്മയെ കൊന്നു, എനിക്ക് ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണിതെന്ന് പറഞ്ഞത് ഈ കാലഘട്ടത്തിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നൊന്ത് പ്രസവിച്ച് വളർത്തി വലുതാക്കിയ മകൻ ആ അമ്മയെ കൊന്നിട്ട്, മലയാളിയാണ്, നമ്മുടെ കേരളത്തിൽ നടന്നതാണ്, എനിക്ക് ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ് ഈ കൊലപാതകം എന്ന് പറഞ്ഞത് ഈ നാട്ടിലാണ്. അപ്പം മാതാപിതാക്കളെ നമ്മൾ എത്രമാത്രം ചേർത്ത് പിടിക്കണം. അവരൊരു ഘട്ടം കഴിയുമ്പോൾ നമ്മളെ വിട്ടുപോകും. പക്ഷെ അവരുടെ സ്മരണകൾക്കായി നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മക്കൾ, ആ മക്കളാണ് ആ മാതാപിതാക്കളുടെ പുണ്യം. അപ്പൊ ആ അർത്ഥത്തിൽ പമ്പവാസൻ നായരുടെ ഈ പ്രവൃത്തിക്ക് ഇരട്ടി മധുരമുണ്ട്. തൻ്റെ അച്ഛന്റെയും അമ്മയുടെയും പേരിലാണ് ഈ നന്മകൾ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് ഇരട്ടി മധുരമുണ്ട് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിനും അദ്ദേഹം ചെയ്യുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു.